ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രാവിലെ തന്നെ നമ്മുടെ കല്ലുമോള് കരഞ്ഞുകൊണ്ട് ഗാർഡൻ ഏരിയയിൽ ഇരിക്കുമ്പോൾ പാറക്കുട്ടി വന്ന് ചോദിക്കുന്നു, നീ എന്നോട് മിണ്ടത്തില്ലയോ, ഒന്ന് പോവാമോ? അന്നേരം അവളുടെ പിണക്കം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സിദ്ധുവും കേശുവും പാറക്കുട്ടിയും കൂടെ ഒരുമിച്ച് വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് സിദ്ധു ചോദിക്കുന്നുണ്ട്, പിണക്കം മാറ്റി ഇപ്പം എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞാനൊരു മുട്ടായി തരാം, എനിക്കൊന്നും വേണ്ട, വേണമെങ്കിൽ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കട്ടക്കലിപ്പിലിരിക്കുവാണ് നമ്മുടെ കല്ലുമോള്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ലച്ചു നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പിണക്ക പിന്നെയും ലച്ചുവായിട്ട് ഉടക്കി ലച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നത് കാണുന്നു. അപ്പം നമ്മുടെ കല്ലുമോള് പിണങ്ങിയപ്പോഴത്തേക്കും മുത്തശ്ശിക്കും ആൻറ്റിക്കും ഒക്കെ വല്ലാണ്ട് വിഷമാകുന്നുണ്ട്. ലച്ചുവിനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു, അവളൊരു കുഞ്ഞല്ലേ, നീ ഇങ്ങനെ വഴക്ക് പറയാൻ കൊള്ളാമോ എന്ന്. എന്നിട്ട് റൂമിൽ വരുന്ന കല്ലുമോൾ ആരുടെയും പിന്നെയും മിണ്ടുന്നില്ല. പാറുക്കുട്ടി മിണ്ടാൻ പോകുന്നുണ്ട് കല്ലുമോളൂടെ. അതുപോലെ ആൻറ്റി, അമ്മായി, മുത്തശ്ശി, സിദ്ധു, കേശു എല്ലാവരും മിണ്ടാൻ പോയിട്ടും ആരുടെയും മിണ്ടുന്നില്ല. കലിപ്പിലിരിക്കുന്ന കല്ലുമോളെ കണ്ടിട്ട് നമ്മുടെ കേശുമാമൻ പറയുന്നുണ്ട്, കല്ലുമോളുടെ പിണക്കം മാറ്റാൻ ആരെയും കൊണ്ടും പറ്റത്തില്ല. അപ്പോൾ സിദ്ധു അതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുന്നു. കാരണം സിദ്ധു കുഞ്ഞിൻ്റെ അച്ഛനല്ലയോ, മകളുടെ പിണക്കം മാറ്റാൻ അച്ഛനെ കൊണ്ടല്ലാതെ മറ്റാർക്കാ പറ്റുന്നത്? അങ്ങനെ സിദ്ധു ആണെങ്കിൽ നമ്മുടെ ലച്ചുമോളെ എടുത്തുകൊണ്ട് പുറത്തു പോകുന്നുണ്ട്. എന്നിട്ട് മുഖംമൂടിയൊക്കെ ഇട്ട് കളിപ്പിക്കുന്നു, അവളെ എടുത്ത് കറക്കി കളിപ്പിക്കുന്നു, സൈക്കിളിൽ ഇരുത്തി ഓടിച്ച് കളിപ്പിക്കുന്നു, പമ്പരം പറത്തി കളിപ്പിക്കുന്നു എന്ന് വേണ്ട നിസാരം പോലെ നമ്മുടെ സിദ്ധു കല്ലുമോളെ കയ്യിലെടുക്കുന്നുണ്ട്. കല്ലുമോളുടെ പിണക്കമൊക്കെ മാറി സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ടിട്ട് അവരെല്ലാം സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ സിദ്ധുവിനെ. കല്ലുമോൾ പിണങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ആരുടെ അടുക്കത്തില്ല, ഇത്രയും പെട്ടെന്ന് അവളെ കയ്യിലെടുത്തോ എന്നുള്ള ഞെട്ടലും അവർക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ സിദ്ധു വന്നതിന് ശേഷം വീട്ടിലാകെ മാറ്റമെന്ന് തന്നെ പറയാം. നമ്മുടെ കേശുവിനെ ഉപദേശിക്കുന്നുണ്ട്, ലച്ചുവിന് സന്തോഷമാകുന്നു, അമ്മായിക്കും ആൻറ്റിക്കും മുത്തശ്ശിക്കുമൊക്കെ അടുക്കളയിൽ കുക്കിങ്ങിന് വരെ സഹായിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വീട്ടിലെ നാഥനെ പോലെ നന്നായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ സിദ്ധു. സിദ്ധു ഇനി ഗൾഫിൽ പോകുന്നതായിട്ടൊന്നും കാണിക്കണ്ടായിരുന്നു, നാട്ടിൽ എന്തെങ്കിലും ജോലി സംഘടിപ്പിച്ച് കുടുംബമായിട്ട് ഇനി താമസിച്ചാൽ മതിയായിരുന്നെന്ന് പ്രേക്ഷകർക്ക് തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണ് സിദ്ധു വന്നതിന് ശേഷം പാറമട വീട്ടിലും ഉപ്പുമുളകിലും കാണാനാകുന്നത്.